ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മോമോസാണ്. മോമോസ് ഫ്രൈ ചെയ്തതും ആവിയിൽ വേവിച്ചെടുത്തതുമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നമ്മൾ മൈദ മാവ് എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറച്ച് നേരം കുഴച്ച് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചൊന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ കുഴച്ച് വയ്ക്കുമല്ലോ, അതുപോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. നല്ല രീതിയിൽ കുഴച്ചിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി മോമോസ് കഴിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഉണ്ടാകാത്തവരാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് വലിയ ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ടല്ല. അത് പിന്നെ നമ്മൾ ഉരുട്ടി കട്ട് ചെയ്തെടുക്കുകയാണ്. കാരണം ചെറിയ ചപ്പാത്തി പോലെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഒരേ അളവിൽ നമ്മൾ അത്രയും ചപ്പാത്തിയുടെ അത്രയും കനം വേണ്ട, കനയില്ലാണ്ട് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് ആ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് പരത്തുന്നത്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മാവിൽ മിക്സ് ചെയ്യുന്നത്. നമ്മൾ അതേ രീതിക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഒരേ രീതിക്ക് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ വലുതായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ഫില്ലിങ്സിന് ചിക്കൻ മോമോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലയൊന്നും അതിലധികം ആവശ്യമില്ല. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, സവോള, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ഉള്ളിൻ്റെ ഇലയുണ്ടല്ലോ, അതാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത്, കട്ട് ചെയ്ത് ഇട്ടതാണ്. പിന്നെ സോയാ സോസ് മെയിനായിട്ട് വേണ്ടൊരു കാര്യമാണ്. ഇത്രയും ഒഴിച്ച് നന്നായിട്ട് പാകത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ചപ്പാത്തി പോലെ ചെറിയ പീസായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്യാം. പല രീതിയിൽ മോമോസ് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ആ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ചിട്ട് ഈ ഞൊറിയെടുക്കുന്ന പോലെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇത് ആവിയിൽ വെച്ച് വേവിച്ചതാണ് ഈ മോമോസ്. പിന്നെ കുറച്ച് ഞങ്ങൾ ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിലിട്ടിട്ട്, രണ്ടും ടേസ്റ്റായിരുന്നു. ഇത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പം അത്രേ ഉള്ളൂ പരിപാടി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.